കരയുമ്പോഴല്ലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രായ ലേഖനം 11:6 എന്താ പറയുന്നത്? വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ ദൈവം നമ്മൾ പ്രസാദിക്കുന്നത് എന്താണ്? വിശ്വാസത്താലാണ്. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മൾ പ്രസാദിക്കുന്നുള്ളൂ. കരയുമ്പോൾ പ്രസാദിക്കുന്നില്ല, വഴിപാടുകൾ ചെയ്യുമ്പോൾ പ്രസാദിക്കുന്നില്ല, ഉപവസിക്കുമ്പോഴും ദൈവം പ്രസാദിക്കുന്നു. നമുക്ക് യെരമ്യാവിനകത്തും പഴയ നിയമ പ്രവാചകന്മാർ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപവസിക്കുന്നതൊക്കെ ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ചിലർ പറയാറുണ്ട് ഞാൻ ഒരു സഭായോഗം പോലും മുടക്കത്തില്ല. പക്ഷെ വഴക്കാളിയാണ്, വീട്ടിലും സഭയിലും വഴക്കുണ്ടാക്കുന്ന ഒരു സഭായോഗം പോലും മുടക്കത്തില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ദൈവം നൽകുന്നതൊന്നും ഞാൻ പങ്കുവെക്കത്തില്ല. അവിടെ പൗലോസ് പറഞ്ഞാൽ നിങ്ങൾ സഭായോഗം കൂടുതൽ നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടത്. അപ്പം ചിലരുടെ പ്രശംസയാണ് ഞാൻ ഒറ്റ സഭായോഗം പോലും മുടക്കിയിട്ടില്ല. ഏത് അനുഭവം ഇരുന്നാലും ഞാൻ സഭായോഗം മുടക്കണം എന്നല്ല പറഞ്ഞത് കേട്ടോ. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. പിന്നെ എന്താണ്? ഞാൻ ഒന്നും കരഞ്ഞ് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഒരിക്കലും ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ, ഞാൻ ഒരു വിശ്വാസിയുടെ വീട്ടിൽ, ഇങ്ങനെ എനിക്കറിയാവുന്ന വീടാണ്, ഞാൻ ഇങ്ങനെ ആ വീട്ടിലൊരു ആവശ്യത്തിനാണോ ആ വീട്ടിൽ ചെന്നു. ഞാനങ്ങനെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും വീട്ടിൽ കഴിയുന്നിടത്തോളം ഞാൻ കൂട്ടായ്മ വ്യക്തിപരമായിട്ട് കൊടുക്കുന്നു. ഞാൻ അവരെയൊക്കെ പോയി കാണുകയും അവരുടെ വിഷയങ്ങളൊക്കെ അറിയുകയും പ്രാർത്ഥിക്കുകയും തന്നെയല്ല, ഞാൻ അങ്ങനെ വിശ്വാസ അല്ലെങ്കിൽ നേരോടെ ജീവിക്കുന്ന പല ഭവനങ്ങളിൽ ഞാൻ അങ്ങനെ കടന്നു പോകാറുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം പ്രാർത്ഥിക്കാൻ നേരം എൻ്റെ പ്രിയപ്പെട്ടവർ അന്നേരം തന്നെ ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന സഹോദരി പെട്ടെന്ന് തലയിലേക്ക് തൻ്റെ മൂടുപടം ഇടുകയും പിന്നെ ഒറ്റ നിലവിളിയോടുള്ള പ്രാർത്ഥനയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആമയും പറഞ്ഞു. പുള്ളിയുടെ ആ ആറ്റിറ്റ്യൂഡെ മാറിപ്പോയി. അപ്പൊ ഈ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് ആരോ പറഞ്ഞു ഈ സഹോദരി കൂടെ. സഹോദരി നിഷ്കളങ്കയാണ്. എൻ്റെ പ്രിയപ്പെട്ട കരഞ്ഞാൽ നിന്നും ദൈവം പ്രസാദിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് സന്തോഷത്തോടൊരു കാര്യം പറഞ്ഞില്ലേ നമുക്കിഷ്ടം. നമ്മുടെ ഒരു കുഞ്ഞ് ഓടി വന്ന് അപ്പാ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് അല്ലെ കയ്യെ പിടിച്ചിട്ട് അപ്പാ എനിക്ക് ഇന്നത് വേണമെന്ന് സന്തോഷത്തോടെ പറഞ്ഞാൽ നമ്മൾ അവനെ വാരി എടുത്തൊരു മുത്തം കൊടുത്തിട്ട് അവൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കത്തില്ലയോ? കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഭാര്യ എപ്പോഴും വന്ന് കരഞ്ഞുകൊണ്ട് അതോ ഇതുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്? അല്ല, അവളെപ്പോഴും സന്തോഷമുള്ള മുഖമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നില്ലേ നമുക്കിഷ്ടം? അവളുടെ ഭർത്താവിൻ്റെ സന്തോഷമുള്ള മുഖമല്ലേ അവൾ ആഗ്രഹിക്കുന്നത്? അവളുടെ പ്രിയപ്പെട്ട അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം പറയുന്നത് എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥനയില്ല. ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ദൈവഹിതപ്രകാരം എന്ത് പ്രാർത്ഥിച്ചാലും നൽകി തരാമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന് ഹിതപ്രകാരമായിരിക്കുന്ന ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതല്ലേ ചോദിക്കത്തുള്ളൂ. ഒരു ഭാര്യ ഭർത്താവിന് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി ഭർത്താവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആ ഭർത്താവിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ അവൾ ചോദിക്കത്തുള്ളൂ. അവൾക്ക് മറ്റ് പല ആവശ്യങ്ങളുണ്ട്. അവൾ ഒന്ന് ശോധന ചെയ്യും. അവിടെ ഇത് ചോദിച്ചാൽ അദ്ദേഹത്തിന് അത് ദേഷ്യമായിരിക്കും, അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല, ഞാനത് ചോദിക്കത്തില്ല. അവണ്ണം പ്രിയപ്പെട്ട നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം അങ്ങോട്ട് കുടഞ്ഞിടുകയല്ല. ദൈവത്തിന് അത് ഹിതമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വചനത്തിൽ നിന്നറിയാം. സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ, ഈ മരുഭൂമിയുടെ യാത്രയ്ക്കിടയിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തോ അത് സ്തോത്രത്തോടെ അങ്ങോട്ട് അറിയിച്ചാൽ മതി.